നിറഞ്ഞ കാടിനു മുകളിലേക്ക് സൂര്യൻ ഉയർന്നു. പക്ഷികൾ പാടി. മാൻ നദിയിൽ വെള്ളം കുടിച്ചു. കുരങ്ങുകൾ ചാടിക്കളിച്ചു. പാറക്കല്ലിൻ്റെ മുകളിലായിരുന്നു കാടിൻ്റെ രാജാവ് ഷേരൻ. അടുത്തൊരു ചെറിയ കടുവക്കുട്ടി കിട്ടു നിശബ്ദമായി നോക്കി നിന്നു. ചെറിയതാണ്, ബലമില്ല എന്നെല്ലാവരും ചിരിച്ചു. എങ്കിലും കിട്ടുവിൻ്റെ ഹൃദയം ധൈര്യമായിരുന്നു. ഒരു രാത്രി കനത്ത മേഘങ്ങൾ ചന്ദ്രന് മറച്ചു. രാജാവ് കാട് ചുറ്റി നോക്കാൻ പോയി. അവൻ മടങ്ങിയെത്തിയില്ല. ഭയം കാടിൽ പടർന്നു. ചെന്നായകളും മാന്മാരും വഴക്കിട്ടു. കുരങ്ങുകൾ ഭക്ഷണം കവർന്നു. മുതലകൾ നദി തടഞ്ഞു. കാട് അശാന്തമായി. ബലമുള്ള നേതാവ് വേണം എന്നെല്ലാവരും പറഞ്ഞു. കിട്ടുവിനെ ആരും നോക്കിയില്ല. കിട്ടു മുന്നോട്ട് വന്നു. ഞാൻ രാജാവിനെ കണ്ടെത്തും. എല്ലാവരും ചിരിച്ചു. പക്ഷേ മുതിർന്ന ആന പറഞ്ഞു, നിശബ്ദമായ ധൈര്യമാണ് ഏറ്റവും വലിയ ശക്തി. കിട്ടു ഒറ്റയ്ക്ക് യാത്ര തുടങ്ങി. ചുവന്ന മരങ്ങളുള്ള തീക്കാടിലൂടെ കിട്ടു നടന്നു. കാൽ പൊള്ളി, വേദനിച്ചു. എങ്കിലും അവൻ നിർത്തിയില്ല. ഒരു മുയലിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. കാടവനെ നോക്കി. വലിയ നദി വഴിമുടക്കി. മുതലകൾ കാത്തുനിന്നു. കിട്ടു പോരാടിയില്ല. ഞാൻ ശത്രുവല്ല, അവൻ പറഞ്ഞു. മുതല പറഞ്ഞു, കരുണയാണ് ഏറ്റവും വലിയ ശക്തി. ഇരുണ്ട ഗുഹയിൽ ഒരു ദുർബലമായ ഗർജനം. അത് രാജാവ് ഷേരനായിരുന്നു. വേട്ടക്കാരാൽ കുടുങ്ങിയിരുന്നു. കിട്ടു ഒറ്റയ്ക്ക് പോരാടിയില്ല. അവൻ എല്ലാവരെയും കൂട്ടിച്ചേർത്തു. ഒരുമിച്ച് രാജാവിനെ രക്ഷിച്ചു. കാട് ആഹ്ലാദത്തോടെ മുഴങ്ങി. രാജാവ് കിട്ടുവിൻ്റെ തലയിൽ കൈവച്ചു. നീ യഥാർത്ഥ നേതാവാണ്. രാജാവ് പ്രഖ്യാപിച്ചു, ഇവൻ ഭാവിയിൽ കാട്ടിലെ നേതാവാണ്. എല്ലാവരും കുനിഞ്ഞു. ബലത്തിനല്ല, കരുണയ്ക്കാണ്. നേതൃത്വം വലിപ്പത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്.